ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മീൻ. നിങ്ങൾക്ക് നോക്കിയാൽ ഈ മീനെ കാണാൻ പറ്റത്തില്ല. അതാണ് ഈ മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ മീൻ അദൃശ്യ മീനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിട്ട് ഇവന്മാരൊക്കെ അതിന് ഇടുവാണെങ്കിലോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേക്കോ അമ്മേ. നമ്മളുണ്ടല്ലോ 2000 ലിറ്ററിൻ്റെ 2 ടാങ്കിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്കിലേക്ക് നമ്മളൊരു വെറൈറ്റി മീനെ മേടിച്ചിട്ടുള്ളത്. ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മീൻ. നമ്മൾ അരാപ്പയ്മയ്ക്ക് പറ്റിയ എതിരാളിനാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. മീനെ കാണണോ? ഇവരാരും കണ്ടിട്ടില്ല മീനിനെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനിനെ മേടിച്ചുകൊണ്ട് വന്ന ഒരു ദിവസം രാത്രിയിലാണ്. നിങ്ങളുണ്ടല്ലോ ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. ചേട്ടാ തകട മുട്ടല്ലേ? ഇനി ഇവന്മാരെ എത്ര നേരം ഇവന്മാരിപ്പോൾ ഇടാവോ? ആണല്ലേ, ഒരു കാര്യം ചെയ്യാം. പിരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവന്മാർ ഇടിക്കുന്നതാണോ? ആണല്ലേ, പിരാന എന്ന് പറയുമ്പോൾ നോർമൽ പിരാനയല്ലേ കേട്ടോ. ആൽബിനോ വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ടാങ്കിനിട്ട് ഇവന്മാർ നല്ല ഇടിക്കുന്നുണ്ട്. ഇതിനെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? കടിക്കുമോ? അടിപൊളി. മനാഫിയോടെ പിടിച്ച് കാണിച്ചു. ഓ എന്നാ സുന്ദരനാന്ന് നോക്കി. ഒരു നീല കളറൊക്കെ ഉണ്ടല്ലോ. എനിക്ക് വയ്യ. അടിപൊളി. ഇതേ ഞാൻ നോക്കി കാണിക്കാവേ. ഇത് കണ്ടോ, നല്ല റെഡ് ഐ ആണ് കേട്ടോ. ചുമന്ന കണ്ണല്ലേ? പൊക്കോ. അടിപൊളി കേട്ടോ, നല്ല ചുമന്ന കണ്ണാണേ. നമ്മുടെ ഉണ്ടല്ലോ ഗൗര, ജയന്റ് ഗൗരനെ പോലെ തന്നെയുണ്ട്. അടിപൊളി. അപ്പോൾ അവനെ കൂടെ വിട്ടേക്കുവാണ് കേട്ടോ. സൂപ്പർ, അടിപൊളി, താങ്ക് യു. ഇനി ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു സംഭവത്തിനെ വെച്ചിട്ട് എന്നാ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ നമുക്കുണ്ടല്ലോ, ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ ഗ്ലാസ് ഇട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ അങ്ങനെയാണ് മീൻ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മീൻ ആ കാണുന്ന ടാങ്കിലിട്ടു. ഇവരാരും മീനിനെ കണ്ടിട്ടില്ല. നമ്മൾ സ്ട്രിക്റ്റ്ലി ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു മീൻ നോക്കരുത്. നമ്മൾ ഇന്നാണ് മീനിനെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടാങ്ക് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ടാങ്കിൽ ഏകദേശം ഇത്രയും വെള്ളമായിട്ടുണ്ട്. കുഴപ്പമില്ല, ഈ ഒരു വെള്ളത്തേക്ക് നമുക്ക് മീനിനെ മാറ്റാം കേട്ടോ. മീനെ കാണണോ? എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ മേടിച്ചത് 3 ടൈപ്പ് മീനാണ്. 2 എണ്ണത്തിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഇച്ചിരി അല്ലേ, മമ്മിക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ എന്നാ മീനാണ്. മമ്മിക്ക് ഇങ്ങനെ ആലോചിക്കുക, അറാപ്പയ്ക്ക് പറ്റിയ എതിരാളിയാ. അതിനകത്ത് മീൻ ഇല്ലെന്നാണ് അഞ്ചു പറയുന്നത്. നീ നോക്കി? എപ്പോൾ നോക്കി? എപ്പോഴാണ് നോക്കി? നീ അവള് വീഡിയോ എടുക്കാൻ വന്ന ഗ്യാപ്പിൽ പോയിട്ട് നോക്കി കേട്ടോ. അതിന്റെ മീൻ ഇല്ലല്ലേ? പപ്പ കണ്ടായിരുന്നു അതിന്റെ മീനുള്ള? മീനെ കാണിച്ചാലോ? ബാ. ഈ ഒരു ടാങ്കിനകത്താണ് നമ്മുടെ മീനുകൾ കിടക്കുന്നത്. ഇത് കണ്ടല്ലോ, മീന് പിടിക്കാനുള്ള വല നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ഈ മീനെ കാണാൻ പറ്റത്തില്ല. അതാണ് ഈ മീനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ മീൻ അദൃശ്യ മീനാണ്. നിങ്ങൾ നോക്കിയാൽ മീനെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടുപിടിക്കും. ഒരു കാര്യമില്ല, ഇളക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡിയാണോ? പേടിക്കരുത് മീനിനെ കണ്ട്. കൈയും വിരലൊക്കെ മാറ്റിക്കോ. ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുക. ഗ്ലാസ് മീൻ അത് എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിന്റെ രൂപം പുറത്ത് വരത്തുള്ളൂ. അല്ലെങ്കിൽ അത്ര നല്ല അദൃശ്യമായിരിക്കും മീൻ കേട്ടോ. പിടിച്ചേ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, വേണേ ഗസ് ചെയ്തോ. ഓസ്കാർ ആണോ? പിരാന, ഒറിജിനൽ പിരാന. ഒറിജിനൽ പിരാന കാണിച്ചു തരാം. അപ്പേ പിടിച്ചേ, പിടിച്ച് ഞാൻ പോരാം. ഒരു മിനിറ്റ്, കട്ട് ചെയ്യില്ല. അത് പുറകെ വരും. ഇനിയിപ്പോൾ കുറച്ച് ഫിഷിംഗ് വീഡിയോയും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്ക് വേറെ പണിയൊന്നുമില്ല, എഡിറ്റിങ് ഇടുക. അങ്ങനെ നമ്മുടെ പിള്ളേർ പോയിട്ടുണ്ട്, അവരിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ വരാൻ നമ്മൾ എൻകറേജ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. നമ്മുടെ വീടിൽ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാം, ഒത്തിരി വീടുകൾ അടുത്തടുത്തുണ്ട്. അപ്പം അടുത്തുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ കിളിക്കൂട് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കാം കേട്ടോ. ഞങ്ങൾ ആലോചിച്ച് തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മീനിനെ ഞാൻ കാണിച്ചത് പിടിച്ച അഞ്ചു. മീനെ കയ്യിലെടുക്കാം, കുഴപ്പമില്ല. പൊക്കിക്കേ പപ്പേ. പിടിക്കടി, നിന്റെ വിരൽ പോലും കാണത്തില്ലേ. ഇത് കണ്ടോ, ഇതെന്നാ മീനറിയോ? ഇതാണ് റെഡ് ബെല്ലി പിരാന. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന റെഡ് ബെല്ലി ഇല്ലേ, ചുവന്നല്ലേ? ഇതെൻ്റെ ആൽബിനോ, വെള്ള, നല്ല രസമല്ലേ കാണാനായിട്ട്.
ഇതിന് നമ്മുടെ ടാങ്കിലേക്കുള്ളതാണ്. അതുപോലെ തന്നെ ഈ മീനിൻ്റെ കണ്ണിൻ്റെ കളർ നോക്കിയേ, റെഡ് ഐ ആണ്, റെഡ് ഐ. അപ്പോൾ നമ്മൾ ഇവനെ ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മുടെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോകണം. ഇവരെയൊക്കെ നമ്മൾ ഓരോ ടാങ്കിലാണ് ഇടുന്നത്. വളരെ സേഫായിട്ട് നമ്മളുണ്ടല്ലോ നമ്മുടെ ടാങ്കിലേക്ക് വിടാൻ വേണ്ടി പോവാണ്. ഞാൻ കാണിച്ചു തരാം. പൊക്കോടാ, വാടി പൊളി. ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ ഒന്ന് നോക്കിയാമേ, ഇതിനെ ഒന്ന് നോക്കി, എന്നാ രസമാണ്, എന്നാ സുന്ദരമാണെന്നോ നോക്കി. ഇത്ര നേരം നിങ്ങൾ മീനെ കാണാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? നല്ല രസമല്ലേ കാണാനായിട്ട്? അഞ്ച് നോക്കിയടി, നല്ലതല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വലിയൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിട്ട് ഇവന്മാരൊക്കെ അതിനകത്ത് ഇടുവാണെങ്കിലോ? ഫ്രണ്ടിൽ ഇല്ലില്ല, ഫൈബർ ഗ്ലാസ് ഇടാൻ പറ്റും, നല്ല തിക്നെസ് ഉള്ള ഗ്ലാസ്. അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എത്രയാണുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ബാബാ, നിങ്ങൾ അവിടെ തന്നെ ഒന്നും കുഴപ്പമില്ല. പപ്പ പോര്, അല്ല 5 ആരെങ്കിലും ഒരാൾ മതി. നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. പപ്പ പിടിച്ചപ്പേ. ഇവന്മാർ നല്ല ഊരുള്ള മീനാണേ, നല്ല ഊരുള്ള മീനാണ്. ഇത് കണ്ടല്ലോ, ഇതാണ്. നല്ല ഊരാണ് കേട്ടോ. ഇപ്പോൾ കാര്യം ചെയ്യാം, നമ്മൾ ഇവനെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടുകൊണ്ട് നമ്മുടെ ടാങ്കിലേക്ക് ഇടാം കേട്ടോ. ഇവരെല്ലാം നമ്മൾ സെപ്പറേറ്റ് ടാങ്കുകളിലാക്കുവാണ്. എടാ ഒന്ന് കാണിച്ചിട്ടുണ്ടോ നോക്കിയേ, ഇത് കണ്ടോ, നല്ല ചുമന്ന കണ്ണും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടേക്ക് ഇടിച്ചിടിച്ച് ഇച്ചിരി ചെറിയ റെഡ് മുറിവുകളുണ്ട്. അതൊക്കെ നമ്മൾ ഉപ്പിട്ട് കഴിയുമ്പോഴേക്ക് ശരിയാവും. പോക്കോടാ. അപ്പോൾ അവനെ വിട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളി അതിനകത്ത് കിടപ്പുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. ബാ, ഇനിയുള്ളവൻ ചെറുതാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇട്ടതിൻ്റെ അത്ര ഇല്ല. ഓ, ഭയങ്കര സ്പീഡാണ് കേട്ടോ അവൻ. ഓ, കയറി. ഒരു കാര്യം ചെയ്യാം, ഇവനെ ഇങ്ങനെ തന്നെ കൊണ്ടുപോവേ. ഇല്ലില്ല, ഇവനെ നമുക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുപോവാം. ഒന്ന് പിടിച്ചാപ്പേ, ഞാൻ എടുത്തിടാം. പിടിച്ചേ. വാടാ കുഞ്ഞാപ്പി, വാടാ. ഇതുണ്ടല്ലോ, ഭയങ്കര മിടുക്കണം. ഇവൻ്റെ വായിൽ കണ്ടോ, ഇത് കടിച്ച് പൊട്ടിക്കും ചിലപ്പം. ഒരു സെക്കൻഡ്. കണ്ടല്ലോ, നല്ല അടിപൊളിയല്ലേ, നല്ല മിടുക്കനല്ലേ കാണാനെടുത്ത് കണ്ടോ. അപ്പോൾ നമ്മൾ അവനെ ഇടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അവനെ ഇട്ടിട്ടുണ്ട്, അടിപൊളി. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്കിനകത്ത് ഇനി ഫുള്ള് വെള്ളം നിറയ്ക്കും. അതിന് ശേഷം നമ്മൾ ഇവന്മാർ തൽക്കാലം ഇവിടെയാണ് ഇടുന്നത്. നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ ഇവരെയൊക്കെ അങ്ങോട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടുപേരെ കാണിക്കാനുണ്ട്. ബാ, നമ്മൾ ഇതുവരെ ഇട്ട മീനുകളൊക്കെ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ബാ, എല്ലാവരും ബാ. ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഷെവൽ നോസ് ക്യാറ്റ് ഫിഷ് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഈ ഒരു ടാങ്കിനകത്ത് നമ്മുടെ അരാപ്പൈമ, അലിഗേറ്റർ, നമ്മുടെ റെപ്റ്റൈൽ, അവർ 3 പേര് ഇതിനകത്താണ്. സോഫാർ കുഴപ്പമൊന്നുമില്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ റെപ്റ്റൈൽ അടി കൂടെ നടപ്പ്, ഒരു കാരിക്കുഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ റെപ്റ്റൈൽ, സോഫാർ കുഴപ്പമൊന്നുമില്ല. അടുത്ത് ഇനിയുണ്ടല്ലോ നമ്മുടെ ഷാർക്ക് എങ്ങനെ ഇരിക്കും നോക്കാം കേട്ടോ. ഓ മൈ ഗോഡ്, സൂപ്പർ. അടുത്ത നമ്മുടെ ഷാർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നമുക്കുണ്ടല്ലോ തീറ്റ എടുത്തോണ്ടിരാം കേട്ടോ. മീൻ്റെ തീറ്റ ഇവിടെ ഇരിപ്പുണ്ട്. ചിക്കി 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 ചിക്കി, അല്ല അടുത്ത വഴി വിളിക്കുന്നില്ല. ചിക്കി ചിക്കി, വാ. നമ്മൾ കാര്യം അപ്പോൾ ഇച്ചിരി ഉപ്പെടുന്നുണ്ടോ, കുളത്തിൽ ഇടാം. ഒരു പാക്കറ്റ് ഇടാം. ഒരു പാക്കറ്റ് പോരാ, 2 കിലോ ഇടാം. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ മീനുകൾക്കുള്ള തീറ്റ ഇടുവാണ് കേട്ടോ. നമ്മൾ ഷാർക്ക് പൊങ്ങി വരുമെന്നറിയാം.
ഉണ്ട്. നമ്മുടെ ജയന്റ് ഗൗര എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ഷാർക്ക് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കുഞ്ഞുമീനുകളും എല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂടാതെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ചെറിയ തീറ്റയുണ്ട്. ഇതുണ്ടോ, ചെറിയ തീറ്റയുണ്ട്. നമ്മൾ ഇത് ഈ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കും. അതുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു മീനുകൾക്കുള്ള തീറ്റയാണ് കേട്ടോ. അത് അവന്മാർ വന്ന് കഴിച്ചോളും. ഷാർക്ക് 2-3 ദിവസം ഒരാഴ്ചയെങ്കിലും എടുക്കും പൊങ്ങി വരാൻ. ഷാർക്ക് ജയന്റ് അല്ലേ, എന്നാ വലുതാ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് ഉപ്പിടാൻ വേണ്ടി പോവാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ ഏതെങ്കിലും മീനുകൾക്ക് ഇൻഫെക്ഷനോ അതുപോലെ എന്തെങ്കിലും മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് നല്ലതാണ്. കല്ലുപ്പാണ് നമ്മൾ ഇടുന്നത്. മാറ്റി ഇതുണ്ടോ, എല്ലായിടത്തും വെതറി ഇട്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് വെതറുവാണ് കേട്ടോ. എടി അപ്പുറം സൈഡ് ഇടറി നീ. അപ്പോൾ ഈ ഉപ്പ് വെതറി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടിട്ട മീനുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തൊലി എന്തെങ്കിലും പോയിട്ടുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായിക്കോളും. അതിനാണ് നമ്മൾ ഉപ്പിടുന്നത്. കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. ഇന്നപ്പം ബാക്കി എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. മിസ്റ്റർ ബെൻസറിയേക്ക്, പപ്പ, കോക്കു, ജിനോചാച്ചൻ, അഞ്ചു, മമ്മി നമ്മുടെ അടുക്കളയിൽ പണി ചെയ്യാൻ വേണ്ടി പോയി. മമ്മി ഇവിടെ ഉണ്ട്. മമ്മി ബൈ ബൈ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേക്കും മമ്മി. ഞാനിവിടെ UK ഒരു അക്വേറിയം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അക്വേറിയം കാണാൻ വന്നപ്പോഴേക്കും കുറേ കോഴി കാർപ്പിനെ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്താ സൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് സൈസ് കാണിക്കുന്നത്? എൻ്റെ കൈ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഏകദേശം ഒരു 10-15 കിലോ ഒക്കെ കാണുമായിരിക്കും. ഇതൊന്നുമല്ല, ഇതിനകത്ത് ഏറ്റവും സൈസുള്ള മീനുണ്ട്. അതിനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിന് വേറെ എവിടെയോ ആണ്. ഇതിൻ്റെ കോഴിക്കാർപ്പ് മാത്രമല്ല വെറൈറ്റികളായിട്ടുള്ള കുറേ മീനുകൾ കണ്ടോ അടിപൊളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയല്ലേ. ഇത് കണ്ടല്ലോ, ഇത് ഫുള്ള് കോഴിക്കാർപ്പാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഇത് കണ്ടോ കോഴിക്കാർപ്പിൻ്റെ അടുത്ത സെറ്റ് ചെയ്യുകയാണേ. നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവന്മാരും ഇവിടെ വരും. ഇവിടെ ഫുള്ള് മീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, എല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ. വിളിച്ച് തീറ്റ കൊടുക്കാൻ വേണ്ടി വിചാരിച്ച് വരുന്നതാണ്. അതുപോലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മളിത് കൊണ്ടുവച്ച് കഴിയുമ്പോഴേക്കും ഇവന്മാരൊക്കെ നമ്മുടെ ഫോൺ നോക്കിയിട്ടുണ്ടോ വരുന്നുണ്ടോ. വരുന്നുണ്ടോ, ടെട്രയുടെ കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോണേ, ഫുള്ള് ടെട്ര. ഇതുണ്ടോ, ഒരു രക്ഷയില്ലതേ. ഇതിനൊന്നും പേര് പോലും അറിയത്തില്ല. മൊത്തം എല്ലാ വെറൈറ്റി. ഇതുണ്ടോ, ഇത് നമ്മുടെ റെമിനോസ്. അതൊക്കെ നമ്മുടെ നാട്ടിലെ സിനിമ. പക്ഷേ ഇതുണ്ട് ഫുള്ള് ടെട്ര. ഇതുണ്ട് വേറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ. ഇത്രയും മീനുകൾ പ്ലാന്റ് മനുഷ്യങ്ങൾ നാട്ടിലുണ്ട്. ചേട്ടൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ. ഞാനൊരു വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു രാജ്യത്തോട്ട് ഒരു മീനെ പിടിക്കാൻ പോകാനായിട്ടൊരു വാക്സിൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പോകുന്ന സ്ഥലം ഒന്ന് ഗസ് ചെയ്യാമോ?